ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമായിട്ടോ ഒരു വ്ളോഗ് എടുക്കുന്നത്. എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസമായി. അല്ലാതെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തതേ ഉള്ളൂ. തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നും വിചാരിക്കും, പക്ഷെ രാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അങ്ങ് വിട്ടുപോകും. അപ്പം മാക്സിമം ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് ഞാനും നോക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് വിശേഷങ്ങൾ. എൻ്റെ ഒരു ദിവസം ഫുള്ള് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം തിരി കെട്ടാനായിട്ടൊക്കെ കയറുമ്പോഴത്തേക്കും പിന്നെ പാടായിരിക്കും വീഡിയോ എടുക്കൽ. എങ്കിലും രാവിലെ മക്കളെ വിടുന്നതിനുള്ളിൽ എൻ്റെ ജോലി ഓൾമോസ്റ്റ് എല്ലാം കഴിയും. അപ്പം എൻ്റെ വീട്ടിൽ ഇന്നത്തെ ഫുഡും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ. അതാണ് ഞാൻ രാവിലെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ചിട്ടോ ചായ കുടിച്ചു. ഭയങ്കര കാര്യമായിട്ട് പാലെടുപ്പത്ത് വെച്ചപ്പോൾ പാല് പിരിഞ്ഞു പോയി. അത് പിന്നെ ഉറയാക്കാന്ന് കരുതി മാറ്റി വെച്ചിട്ട് കടിഞ്ച തിളപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. പാല് വലിയ കാര്യത്തെ എടുത്തതാണ്, അപ്പോൾ പിരിഞ്ഞു പോയി. ഇനി അത് ഇച്ചിരി ഉറയും കൂടെ വെച്ചിട്ട് തൈരാക്കി എടുക്കും. കടലയാട്ടോ കുക്കറിൽ കുറച്ച് വെള്ളക്കടല എടുത്തത് ബാലൻസ് ഉണ്ടായിരുന്നു. വെള്ളത്തിലിട്ടപ്പോൾ കൂടിപ്പോയി 2 ദിവസം മുന്നേ. അതപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കറുത്ത കടല ഇരിപ്പുണ്ടായിരുന്നു. അതുമായിട്ടൊരു കടലക്കറി. ഒറോട്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഈ മൈദ അരിപ്പൊടിയൊക്കെ കുഴച്ച് വിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ അതും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ വെട്ടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതെടുത്ത് റെഡി വെച്ചിട്ടുണ്ട്. അയില കേട്ടോ, 100 രൂപയ്ക്ക് 2 എണ്ണം. ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് തോരനാക്കണം. പുളിശ്ശേരി ഇരിപ്പുണ്ട് ഇന്നലത്തെ. പുളിശ്ശേരിയും ക്യാബേജുമായിട്ട് മക്കളിന്ന് സ്കൂളിൽ കൊണ്ടുപോയിക്കോളും, അവർക്കത് ഇഷ്ടമാണ്. അപ്പം രാവിലെ ഇതൊക്കെ വേഗത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. അതാണ് ഇന്നത്തെ രാവിലത്തെ. പിന്നെ അപ്രധാനപ്പെട്ടൊരു സന്തോഷം എന്ന് പറയുന്നത്, നമുക്ക് 5000 സബ് ആയിട്ടുണ്ട് കേട്ടോ. അതും 4000 സബ് കഴിഞ്ഞ ആഴ്ചയാണ്. ഒരാഴ്ച കൊണ്ട് നമുക്ക് വേഗത്തിൽ 1000 സബ് കയറി. അങ്ങനെ 5999 സബ് ആയിട്ടുണ്ട് നമുക്ക്. അതിൽ ഒത്തിരി സന്തോഷം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് ഇങ്ങനെ 5000 സബ് ആവുന്ന കേട്ടോ. 3 മാസം കൊണ്ടൊക്കെ 10K അടിച്ചവരൊക്കെ ഉണ്ട്, 10K സബൊക്കെ ആയവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല വേഗത്തിൽ ഒരു 5000 സബൊക്കെ ആവുമെന്ന്. കഴിഞ്ഞ മാസം 2500 3000 സബൊക്കെ ഉള്ളായിരുന്നു. വേഗത്തിൽ പിന്നെ സബായി കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. പെട്ടെന്ന് ഇനി സബ് ബാക്കിയും കൂടെ കയറട്ടെ. എല്ലാവരും വാങ്ങിക്കുന്ന പോലെ പ്ലേ ബട്ടണൊക്കെ നമുക്ക് വാങ്ങിക്കണ്ടേ. അപ്പം തുടർന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പണി എന്ന് പറയുന്നത് മീൻകറിക്ക് അങ്ങ് അരച്ചു മാറ്റാം. ഇവിടെ അമ്പലപ്പുഴയിൽ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് 3-4 ദിവസത്തേക്ക് വെള്ളമില്ല കേട്ടോ. വാട്ടർ അതോറിറ്റിക്കാർ അത് ഓഫാക്കിയിരിക്കുക. ഇനി കറണ്ടും എങ്ങാനും പണി തന്നാൽ വലിയ പണിയായി പോകും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ അതിനു മുമ്പേ അങ്ങ് മീൻകറിക്ക് അരച്ച് വെക്കാമെങ്കിൽ ആ ജോലി തീരും. ഇല്ലേ പിന്നെ കല്ല് അരയ്ക്കണം. കല്ലിൽ അരച്ച് കറിയൊക്കെ വെച്ച് കൂട്ടാൻ ഇഷ്ടമാണ്, പക്ഷെ മടിയാട്ടോ കല്ലിൽ അരയ്ക്കാൻ. വേഗം നമുക്ക് മീൻകറിയുടെ അരപ്പൊക്കെ തയ്യാറാക്കവേ. തേങ്ങ കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളിയെ ഒരു 2 കൊച്ചുള്ളി, സ്വല്പം മഞ്ഞൾപ്പൊടി. എനിക്കെൻ്റെ അളവൊന്നും പറഞ്ഞു തന്നെ അറിയത്തില്ല, ഇതൊക്കെ എൻ്റെ കൈയളവാട്ടോ. എങ്കിലും ഇതേ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതും ഒരു 2 സ്പൂൺ മുളക് പൊടി. കാശ്മീരി ആട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. എരിവ് ഇവിടെ പറ്റത്തില്ല ആർക്കും. മുമ്പ് മുതലേ കാശ്മീരി ആയതുകൊണ്ടായിരിക്കും. ഇച്ചിരി എരിവായി കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർ കഴിക്കത്തില്ല. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, കൊച്ചുള്ളി ഞാൻ ഇത്രയും ചേർക്കത്തുള്ളൂ കേട്ടോ. ചില മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ട്, ഞങ്ങളിവിടെ ചേർക്കത്തില്ല. അപ്പം വേഗം നമുക്കിത് അരച്ചുകൊണ്ട് വരാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടേ പിടിച്ചിട്ട് മുളക് കൂടുതൽ അരക്കണം എപ്പോഴും. ഇനി ക്യാബേജ് തോരൻ വെക്കണം. ക്യാബേജ് തോരന് തേങ്ങ അങ്ങനെ ചായച്ചിടുന്ന പരിപാടി ഇല്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴേ ഉള്ളൂ. അല്ലാതെ ഇവിടെ തേങ്ങ ഒരിച്ചിരി ഇട്ട് ഇളക്കി എടുക്കുന്ന ഇഷ്ടം. ചോറ് പിന്നെ ഇന്നലത്തെ കുറച്ചുണ്ട്, അത് ഞാൻ ആവി കയറ്റി വെച്ചിട്ടുണ്ട്. ഉച്ചത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറുണ്ട്. അപ്പോൾ വൈകിട്ട് ഇച്ചിരി വെച്ചാൽ മതി.
ഞങ്ങളുടെ നാട്ടിലാട്ടോ ഈ പലഹാരത്തിന് കുഴച്ചപ്പം എന്നൊക്കെ പറയുന്നത്. മൈദയും ഗോതമ്പ് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്തു, അരിപ്പൊടി ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഈ പലഹാരം ഉണ്ടാക്കും. ഇന്നിവിടെ മൈദ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വെള്ളം കൂടി പോകണ്ടെന്ന് ഓർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അയച്ചെടുക്കണം. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന ഒരു പൊറോട്ടയുടെ ടേസ്റ്റൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ. ഈ പലഹാരം ഉണ്ടാക്കിയതും ചൂടോടെ കഴിക്കാനാണ് നല്ലത്. ഇതേ പരുവത്തിലെടുക്കണം കേട്ടോ. കുറച്ച് കട്ടിക്കെടുക്കണം, പലഹാരവും കുറച്ച് കട്ടിയായിരിക്കും. അപ്പം നല്ലോണം ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്കും എണ്ണ തടവിട്ട്, ഞാനെന്ന് വെച്ചാൽ എണ്ണയും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി വെച്ച് കേട്ടോ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നത്. കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കും. തവി കൊണ്ടാകുമ്പോൾ കുറച്ച് കട്ടിയാവുന്നുണ്ട് ഞാൻ കൈ കൊണ്ട് പരത്തുന്നത്. ഇച്ചിരി വലിപ്പത്തിലൊക്കെ പരത്തിയെടുക്കാം. മക്കൾക്ക് കുഞ്ഞായിട്ടുണ്ടാക്കുന്ന അപ്പം എപ്പോഴും ഇഷ്ടം. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് അതങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. അതാകുമ്പം കുറച്ച് സമയം എടുക്കും. ഒരടുപ്പത്ത് അത് വെച്ചങ്ങ് ചുട്ടെടുക്കാം. ഇപ്പുറത്തെ അടുപ്പത്തോട്ട് ഞാൻ കടലക്കറി ആക്കുവാണേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളക്കടലയും കറുത്ത കടലയും ഉണ്ട്. അപ്പം എളുപ്പമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കുക്കറിലെല്ലാം കൂടെ കടലയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയിലാണ് നല്ലോണം വേവിച്ചെടുത്തിരിക്കുക. അപ്പോൾ പിന്നെ ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പില ഇട്ടിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും കടലയും കൂടെ അങ്ങ് ഒഴിക്കും. കടലയ്ക്കകത്ത് വെള്ളം കാണുമല്ലോ. നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് മസാലപ്പൊടി, ഇന്ന് എനിക്ക് മസാല പൊടിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കുരുമുളകും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചുണ്ടായിരുന്നു, അതും കൂടി ഇട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ചാറ് എന്തോരം വേണം അത്ര പരുവത്തിൽ നമുക്കങ്ങ് തിളപ്പിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ പരിപാടി. ഇവിടെ എല്ലാവർക്കും ചാറാണ് ഇഷ്ടം. കടല മിച്ചം വെക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല ചാറാക്കിയിട്ടാണ് ഞാൻ കറി എടുക്കുന്നത്. മക്കൾ കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ടേബിളിൽ നിന്ന് വിളിക്കുമ്പം ചൂടോടെ ഞാൻ അവർക്കങ്ങ് ചുട്ടു കൊടുക്കും. അതാകുമ്പം കഴിക്കും. തണുത്ത് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്. ഇനി നമുക്ക് ക്യാബേജ് തോരൻ വെക്കണം, മീൻ കറിയും വെക്കണം. പലഹാരത്തിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു ഇവിടെ. അവർ കഴിക്കുന്ന സമയം കൊണ്ട് ബാക്കി ജോലിയൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത ക്യാബേജ് തോരൻ വെക്കണം. കറി നല്ലോണം കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പത്തിനൊക്കെ ഇതാണ് നല്ലത്. പിന്നെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ കടല തന്നെ റോസ്റ്റ് ചെയ്തെടുക്കും. അത് വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ സമയം ഒരു 7:45, 8:30 ആകുമ്പോൾ മക്കൾക്ക് ഇറങ്ങണം. അപ്പോൾ അവർക്ക് കാപ്പി കൊടുക്കാനായിട്ട് കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ടേബിളിൽ കൊണ്ട് വെച്ച് അവരെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്യാബേജ് അടുപ്പത്തോട്ട് ഇട്ട് കേട്ടോ. കുറച്ച് ക്യാബേജോളം ഇന്നലെ പകുതി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം വാടി വരുമ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും തേങ്ങ ചായക്കത്തില്ല കേട്ടോ. ഒത്തിരി തേങ്ങ ഇട്ട് ഇവിടെ മക്കൾ സ്കൂളിൽ കൊടുത്തുവിട്ടാൽ കഴിക്കത്തില്ല, തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഒരു ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി എടുക്കുവാണേ. അപ്പം ടേസ്റ്റാണ്. പലർക്കും പല ടേസ്റ്റല്ലേ. ഞാൻ എങ്ങനെ ക്യാബേജ് വെച്ചാലും കഴിക്കും ഇവിടെ. പക്ഷേ മോന് മടിയാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. അതാകുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും മടുപ്പില്ലാതെ ആഹാരം കഴിക്കും. അങ്ങനെ നമ്മുടെ മക്കൾ രണ്ടുപേരും പലഹാരം കഴിക്കുക കേട്ടോ. നേരത്തെ റെഡിയാവും. നേരത്തെ റെഡിയാകുന്നതിൻ്റെ ഉദ്ദേശം കുറച്ചധികം സമയം രാവിലെ TV കാണാൻ കിട്ടും, വൈകുന്നേരത്തെക്കാട്ടി കൂടുതൽ. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിൽ 7:30 മുമ്പേ റെഡി ആയിട്ടിരുന്ന് TV കാണും. 8:30 വരെ കാണാമല്ലോ. അപ്പോൾ അവർ കഴിക്കുവാണേ. ഞാൻ പിന്നെ നേരത്തെ അരച്ചത് വെച്ചുകൊണ്ട് വേഗം തന്നെ മാങ്ങ, നല്ല പുളിയുള്ള മൂവാണ്ട മാങ്ങ കേട്ടോ. നല്ല പുളിയാണ്. പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞാൽ മാങ്ങ വെന്തും പോകും. ഞാൻ പെട്ടെന്ന് അങ്ങ് അരപ്പ് കലക്കി വെക്കുവാണേ. നല്ല പുളിയുള്ള മാങ്ങയും നമ്മൾ അരച്ച് വെച്ച അരപ്പ്, പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് രണ്ടെണ്ണം ഇട്ട് ഞാൻ നല്ലോണം ഇളക്കി എടുക്കുവാണേ. എനിക്കിങ്ങനെ കൈ കൊണ്ടൊക്കെ ചേർത്ത് വെക്കുമ്പം കറിക്ക് ഇച്ചിരി ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അമ്മമാരൊക്കെ വെച്ച് കണ്ടുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഉപ്പും പോരാത്ത ഉപ്പും ഒക്കെ ഇട്ടിട്ട് കറി തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ ചോറ് എടുത്തേട്ടെ. രണ്ടുപേർക്കും കുറേശ്ശെ ചോറ് ഇടാവളം നേരത്തെ പറയും. മോരൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. ക്യാബേജ്, അവൾക്ക് ക്യാബേജ് മടിയാണ്. അവനാണ് ക്യാബേജിൻ്റെ ആൾ. അതുകൊണ്ട് അവൾ ഇന്നലത്തെ മീൻ കറിയുടെ ചാറ് ചോറിൻ്റെ പുറത്ത് എന്നെ കൊണ്ട് ഒഴിപ്പിച്ച് അവനത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചോറും എടുത്ത് വെച്ചിട്ട് പാതും ഒന്ന് തുടച്ചിട്ട് ഇഷ്ടം പോലെ പാത്രം കഴുകാൻ കിടപ്പുണ്ട്. ഞാൻ ആ ഭാഗത്തോട്ട് പോയില്ല. നമ്മുടെ മീൻ കറി പറ്റിയ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ക്യാബേജും ഉച്ചലത്തേക്കും കൂടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം മക്കളെ വിട്ടിട്ട് വന്നിട്ട് മുറിയൊക്കെ തൂത്ത് വരാനായിട്ട് വന്നതാണേ. എല്ലാം 2 മുറിയിലും ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് തൂത്ത് വാരി ആ പരിപാടി തീർത്തിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകാനായിട്ട്. അപ്പം എല്ലാ ദിവസവും എൻ്റെ രാവിലെകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് പഠിത്തം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ റെഡിയാക്കി മക്കളെ വിട്ടതിന് ശേഷം നേരെ മുറി വൃത്തിയാക്കാനായിട്ട് കയറും. എല്ലാം തൂത്ത് വാരി തുടച്ചിട്ടിട്ടാണ് ബാക്കി പരിപാടി. ഇന്നലെ ഞാൻ പെരയ്ക്കാൻ തുടച്ചുകൊണ്ട് ഇന്ന് തുടയ്ക്കുന്നില്ല. 2 ദിവസം കൂടുമ്പോഴാട്ടോ റൂമൊക്കെ തുടയ്ക്കുന്നത്. ഡെയിലി 2 നേരം തൂക്കും. എന്നിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കോതിയിട്ടു. നിറച്ചും മുടിയുള്ള ആളായിരുന്നു കേട്ടോ. ഒരപകടം പറ്റിയപ്പോഴത്തേക്കും മുടി വെട്ടിക്കളഞ്ഞതാണ്. പിന്നെ അങ്ങോട്ട് വളരാൻ ഭയങ്കര പാട്. ഇനിയിപ്പം പാത്രം കഴുകണം എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്.
കണ്ടോ, മക്കളെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ പരിവായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടൊരു കാര്യമുണ്ട്. ഒരു കപ്പ കിടന്നത് പുഴുങ്ങിയായിരുന്നു കേട്ടോ, കുക്കറിലിട്ടിട്ട് അതിനിടയ്ക്ക് ചെയ്തതാണേ. അത് ഞാൻ വെള്ളം വാങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറേ പാത്രങ്ങളുണ്ട്. ഇനി ഇതെല്ലാം കഴുകി കഴിയുമ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി നേരെ തിരി കെട്ടാനായിട്ട് കയറണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസങ്ങൾ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും തുടർന്ന് എൻ്റെ വീഡിയോ എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും സബും ഹൈപ്പും കൂടെ തരാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചു തിരി കെട്ടാൻ കയറട്ടെ. താലക്കാർക്ക് കുറച്ച് തിരി കൊടുക്കാനുണ്ട്, അവർക്ക് കുറച്ച് വലിപ്പത്തിൽ കെട്ടണം. ടാറ്റാ.